ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഞാൻ ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. പക്ഷേ ആ ഒരു ക്യാൻഡിൽ തന്നെ അത്യാവശ്യം റിജക്ഷൻ ക്യാൻഡിലായിട്ട് പോവാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടാക്റ്റ് ആണ്. നമ്മളൊരു 25 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് സാധാ വയ്ക്കുന്ന പോലെ ഒരു പ്രീമിയം വൈസ് ഒരു 25 പോയിൻറ്റ്സിൻ്റെയും സ്പോട്ട് വൈസ് ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ ഈ ഒരു ട്രേഡിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സെയിം ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പോയിന്റിൽ കൂടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇനിയിപ്പോൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് മാർക്കറ്റിനെ റെസ്പെക്റ്റ് ചെയ്ത് ഇറങ്ങുക. വീണ്ടും ഒരു റീ എൻട്രിക്ക് ഒരു ചാൻസ് ഈ ഒരു ബ്രേക്ക് ഔട്ട് ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്ത് മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഒരു താഴത്തേക്ക് ഒരു ഫോൾ ചെയ്യും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. മാർക്കറ്റ് അത്യാവശ്യം ഒരു റിജക്ഷനാണ് നമ്മുടെ ലൈനിൻ്റെ നിന്ന് എടുക്കുന്നത്. സോ ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം ട്രേഡേഴ്സ്. ഇതിപ്പോൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. റൈറ്റ്, ഒരു അത്യാവശ്യം ഒരു അഗ്രസീവ്ലി ഒരു ബ്രേക്ക് ഡൗൺ വന്നപ്പോഴാണ് നമ്മുടെ ട്രേഡിലേക്ക് ഞാൻ എൻട്രി എടുത്തത്. വെരി ക്ലോസ് ടു അവർ സ്റ്റോപ്പ് ലോസ്. ഏതായാലും ഈ ഒരു ട്രേഡിൽ നമ്മളുടെ SL ഹിറ്റ് ചെയ്യാനാണ് ചാൻസ്. റൈറ്റ് ഫോളോ ചെയ്തിരുന്നെങ്കിൽ ഓക്കെ. ട്രേഡേഴ്സ് ഈ ഒരു ട്രേഡിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏകദേശം ഹിറ്റായിട്ടുണ്ട്. ട്രേഡേഴ്സ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. ഇനി ഏതൊരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ട്രേഡേഴ്സ് മാർക്കറ്റിലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓക്കെ ഫൈൻ റൈറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബ്രേക്ക് ഡൗൺ കിട്ടുന്നുണ്ട് ട്രേഡേഴ്സ്. ഫൈൻ ഓക്കെ. നമുക്ക് ഇവിടെ ഒരു ട്രേഡിൽ ജസ്റ്റ് ഒന്ന് എൻട്രി എടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്, ഇത്രയും താഴത്ത് പോയി എൻട്രി എടുക്കണമെന്ന് മാത്രമേ ഒരു ഡൗട്ട്ഫുൾ ഉള്ളൂ. ഇനി അതല്ല ഒരു ചെറിയൊരു പോയിൻ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സസ്റ്റെയിൻ ചെയ്യുമോ? ചിലപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ താഴത്തേക്ക് വീഴാൻ തുടങ്ങും മാർക്കറ്റ്. അതാണ് ഇനി അത്യാവശ്യം നല്ലൊരു റെഡിഷ് ക്യാൻഡിലാണ് നമ്മുടെ ലൈനിനെ താഴത്തോട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യാൻ ട്രേഡേഴ്സ്, നമുക്ക് ഈ ഒരു പോർഷനിൽ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുക്കാം. സെയിം ഒരു സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ഒരു നമ്മൾ സാധാ വയ്ക്കുന്ന പോലത്തെ ഒരു സ്റ്റോപ്പ് ലോസ് തന്നെ വയ്ക്കാം. ഒരു ട്രേഡിൽ എൻട്രി ഫൈൻ ഓക്കെ. എൻട്രി എടുത്തുണ്ട് ട്രേഡേഴ്സ്. എൻട്രി എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് ഫേവറായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടാക്റ്റ് ആയിരിക്കും. നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാം. ഇനി അതല്ല നമുക്ക് ഫേവറായിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് നമുക്ക് ഈ ഒരു ട്രേഡിൽ നോക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു 1500 അടുപ്പിച്ച് ലോസ് റിക്കവർ ആവുന്നുണ്ട്. ഇത് പ്രീമിയത്തിൻ്റെ ചാർട്ടാണ്. പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെ, ഇതാണ് നമുക്ക് എൻട്രി പോയിൻ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കുറച്ച് മേളിലാണ് കിട്ടിയത്. അപ്പോൾ അവിടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ 50 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പോയിൻറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച് കൊടുക്കാം. ഞാനൊന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ നമ്മളുടെ ഒരു എൻട്രി മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 50 പോയിൻറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ വരും. ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ തന്നെ ഏകദേശം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ടും നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. സോ പ്രോപ്പർലി നമ്മളുടെ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് കൊടുത്ത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാവുന്നതാണ്. ഇപ്പോൾ ഒരു റിജക്ഷൻ സെയിം ഏരിയയിൽ നിന്ന് ഒരു റിജക്ഷൻ കൂടെ വരുന്നുണ്ട്. ഏതായാലും നമുക്ക് മാർക്കറ്റ് എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ മൊമെൻറ്റം എന്ന് നോക്കാം. ഇതായിരിക്കും നമ്മളുടെ ഒരു ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്ന ഗ്രീൻ ലൈൻ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തായിരിക്കും നമ്മളുടെ ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഇപ്പോൾ അത്യാവശ്യം നമ്മൾക്ക് ഫേവറായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ ഒരു 25 പോയിൻറ്റ്സ് ചെറുതായിട്ട് നോക്കിയാൽ ഈ ഒരു ക്യാൻഡലിൻ്റെ ലോയ്ക്ക് തൊട്ട് മുന്നേ നമ്മളുടെ സ്റ്റോപ്പ് ലോസും ആയിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സായി താഴത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസും കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാവുന്നതാണ്. ഇനിയിപ്പോൾ അതല്ല മാർക്കറ്റ് നമുക്ക് ഫേവറായിട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് നമുക്ക് പ്ലേസ് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. ഏതായാലും നോക്കാം ട്രേഡേഴ്സ്, നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് അഗെയിൻ ഈ ഒരു ട്രേഡിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. ഞാൻ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തില്ലായിരുന്നു. നമുക്ക് മാനുവലി ഇറങ്ങിയേക്കാം.
ട്രേഡേഴ്സ് അടുത്തൊരു ട്രേഡിൽ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട്. 56,000 പുട്ട് ഓപ്ഷൻ ഒരു 90 ക്വാണ്ടിറ്റിയാണ് നമ്മൾ എൻട്രി എടുത്തത്. ആവറേജ് ബൈയിങ് പ്രൈസായിട്ട് നമുക്ക് കിട്ടിയത് 812.75 ഇപ്പോൾ ഒരു ട്രേഡ് ഒരു 811 നമ്മളുടെ കോസ്റ്റിൽ തന്നെ എന്ന് പറയുന്ന രീതിയിൽ ഏകദേശം ട്രേഡ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇമീഡിയറ്റ്ലി നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങാം. നമ്മൾ സാധാ വയ്ക്കുന്ന പോലത്തെ തന്നെ ഒരു സ്റ്റോപ്പ് ലോസ് നമുക്ക് പ്ലേസ് ചെയ്തേക്കാം. കാരണം ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു റിവേഴ്സലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും. ആദ്യത്തെ 2 ട്രേഡിലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്തത്. ഇപ്പോൾ ഒരു ചെറിയൊരു ഗ്രീൻ അല്ലെങ്കിൽ കോസ്റ്റിൽ തന്നെ എന്ന് പറയാം. നമ്മളുടെ ഒരു 788 ഒരു സ്റ്റോപ്പ് ലോസും ഒരു 789 ഒരു ടാർഗറ്റും നമുക്കൊന്ന് പ്ലേസ് ചെയ്തേക്കാം. ഓവറോൾ ഒരു 5,000 ഒരു ലോസാണ് നമ്മളിന്ന് ബുക്ക് ചെയ്തത്. ഇനിയിപ്പം ഈ ഒരു ട്രേഡ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, മാർക്കറ്റ് എങ്ങനെയാണ്, നമുക്ക് ഫേവറായിട്ടാണോ അതോ നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണോ മൂവ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഏതായാലും നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടി ഒന്ന് പ്ലേസ് ചെയ്താൽ ഇതാണ് നമ്മളുടെ എൻട്രി പോയിൻറ്റ്. നമ്മളുടെ ടാർഗറ്റ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും 25 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസുമാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ 50 പോയിൻറ്റ്സിന് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 30 ഏകദേശം ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ഈ ഒരു പോർഷനിൽ വരും. റൈറ്റ് 30 50 ഓക്കെ. ഈ ഒരു ഏകദേശം ഈ ഒരു റേഞ്ചിലായിരിക്കും നമ്മളുടെ ടാർഗറ്റ് കീപ്പ് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു 25 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ആണ്. നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാക്ട്ലി നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാം. അതല്ല നമുക്ക് ഫേവറായിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്യാം. ട്രേഡേഴ്സ് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. ഇന്നിപ്പോൾ ഓവറോൾ ഒരു 7,000 അടുപ്പിച്ച് ലോസ് ബുക്ക് ചെയ്യുന്നുണ്ട്. താങ്ക് യു, ബൈ.